കൊല്ലപ്പെടുമെന്ന് 100% ഉറപ്പുണ്ടായിട്ടും മരണത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു കയറിയ ഒരു ധീരൻ. സിനിമയിലല്ലാതെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ ഇങ്ങനൊരു സീൻ? നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. നവംബർ 26 ആ കറുത്ത രാത്രിയിൽ വെടിയൊച്ചകൾക്കും സ്ഫോടനങ്ങൾക്കും നടുവിൽ നിന്ന് ആ വയർലെസ് സന്ദേശം മുഴങ്ങിയത് ഇങ്ങനെയായിരുന്നു. അത് വെറുമൊരു ഉത്തരവായിരുന്നില്ല. തൻ്റെ കൂടെയുള്ളവരെ സുരക്ഷിതമാക്കാൻ സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായ ഒരു നായകന്റെ കഥയായിരുന്നു. മലയാളികളുടെ കൂടെ അഭിമാനമായ ധീരസൈനികൻ കോഴിക്കോട്ടുകാരൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. കോഴിക്കോടിന്റെ മണ്ണിൽ വേരുകളുള്ള ബാംഗ്ലൂരിൽ വളർന്ന് സന്ദീപിന് യൂണിഫോമിനോടുള്ളത് വെറുമൊരു ഇഷ്ടമായിരുന്നില്ല, അതൊരു ഭ്രാന്തമായ ആവേശമായിരുന്നു. നേവിയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോൾ അവൻ തളർന്നില്ലായിരുന്നു. മകനെ നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് എതിർത്ത മാതാപിതാക്കളുടെ കണ്ണീരിനു മുമ്പിലും അവൻ പതറിയില്ല. ഒടുവിൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലൂടെ അവൻ തന്റെ സ്വപ്നത്തിലേക്ക് നടന്നു കയറി. കാർഗിൽ യുദ്ധമുഖത്തും കൊടും തണുപ്പുള്ള സിയാച്ചിനിലും കമാൻഡോ പരിശീലന കളരികളിലും അവൻ സ്ഫുടം ചെയ്യപ്പെട്ടു. പക്ഷെ വിധി അവനെ കാത്തുവെച്ചത് മുംബൈയിലെ താജ് ഹോട്ടലിന്റെ ഇരുണ്ട ഇടനാഴികളിലേക്കായിരുന്നു. 2008 നവംബർ 26 മുംബൈ നഗരം വിറങ്ങലിച്ചു. താജ് ഹോട്ടൽ അക്ഷരാർത്ഥത്തിൽ ഒരു മരണക്കോട്ടയായി മാറിയിരിക്കുന്നു. എങ്ങും പുകയായിരുന്നു, രക്തത്തിന്റെ മണമായിരുന്നു, നിലവിളികളായിരുന്നു. ഭീകരർ എവിടെയാണെന്നോ എത്ര പേരുണ്ടെന്നോ ആർക്കും അറിയില്ല. അവിടെ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് നിരപരാധികളെ രക്ഷിക്കാനെത്തിയത് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പായിരുന്നു. സന്ദീപിനും സംഘത്തിനും ലഭിച്ച ദൗത്യം അതീവ സങ്കീർണമായിരുന്നു. പരിചയമില്ലാത്ത ഇരുട്ട്, ഏത് നിമിഷവും പാഞ്ഞെത്താവുന്ന വെടിയുണ്ടകൾ. പക്ഷേ സന്ദീപ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഓരോ മുറികളും പരിശോധിച്ച് ഭയന്നുറച്ച ബന്ദികളെ അവൻ പുറത്തെത്തിച്ചു. 6ാം നിലയിലേക്കുള്ള പടവുകൾ കയറുന്നതിനിടെയാണ് ഭീകരർ പതിയിരുന്ന് ആക്രമിച്ചത്. തുരുതുരാ വെടിയുണ്ടകൾ പാഞ്ഞു വന്നു. സന്ദീപിന്റെ സഹപ്രവർത്തകനായ സുനിൽ യാദവിന് ഗുരുതരമായി പരിക്കേറ്റു. കൺമുന്നിൽ പിടയുന്ന തന്റെ സഹപ്രവർത്തകനെ കണ്ട സന്ദീപ് സ്വന്തം സുരക്ഷ മറന്നു. ശത്രുക്കളുടെ വെടിയുണ്ടകൾക്ക് സ്വയം ഒരു കവചമായി നിന്നു. സുനിലിനെ വലിഞ്ഞു മാറ്റി സുരക്ഷിത സ്ഥാനത്തെത്തിച്ചു. ഇതിനിടെ ഭീകരർ മുകളിലെ നിലയിലേക്ക് ഓടി രക്ഷപ്പെടുന്നത് സന്ദീപ് കണ്ടു. അവരെ വിട്ടാൽ ഇനിയും അനേകം നിരപരാധികൾ കൊല്ലപ്പെടുമെന്ന് ആ സന്ദീപിന് ഉറപ്പായിരുന്നു. ഭീകരർ പുകമറ സൃഷ്ടിച്ച കോവണിപ്പടികളിലൂടെ അവൻ ഒറ്റക്ക് മുകളിലേക്ക് കുതിച്ചു. എന്നാൽ അതൊരു കെണിയായിരുന്നു. 4 വശത്തു നിന്നും ഭീകരർ വെടിയുയർത്തു. സന്ദീപിന്റെ കയ്യിൽ വെടിയേറ്റു, ചോര വാർന്നു. താഴെ നിന്ന് സഹപ്രവർത്തകർ മുകളിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ വയർലെസ്സിലൂടെ സന്ദീപ് അവസാനമായി ആ സന്ദേശം നൽകി: നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്, ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം. അതൊരു മുന്നറിയിപ്പായിരുന്നു. താൻ നിൽക്കുന്ന ഇടം സുരക്ഷിതമല്ലെന്നും തൻ്റെ ടീം മുകളിലേക്ക് വന്നാൽ അവർ കൊല്ലപ്പെടുമെന്ന് സന്ദീപിന് അറിയാമായിരുന്നു. ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി, ഉന്നം തെറ്റാതെ തോക്കുകളുമായി അവൻ ആ 4 ഭീകരെയും ഒറ്റക്ക് നേരിട്ടു. അവൻ്റെ ഓരോ വെടിയുണ്ടയും ഭീകരരെ പിന്നോട്ടോടിച്ചു. ഹോട്ടലിന്റെ വടക്കേ അറ്റത്തുള്ള ബോൾ റൂമിലേക്ക് ഭീകരരെ അവൻ ഒതുക്കി. ആ പോരാട്ടത്തിൽ സന്ദീപിന്റെ ശരീരത്തിൽ തുളച്ചു കയറിയത് നിരവധി വെടിയുണ്ടകളാണ്. എന്നിട്ടും അവസാന ശ്വാസം വരെ ഭീകരർ തൻ്റെ ടീമിനടുത്തേക്ക് പോകാൻ അവർ അനുവദിച്ചില്ലായിരുന്നു. മേജർ സന്ദീപിന്റെ ആ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത് 14 ബന്ദികളുടെ ജീവനായിരുന്നു, ഒപ്പം തൻ്റെ സഹപ്രവർത്തകരുടെയും. ഇന്നും ബാംഗ്ലൂരിലെ ആ വീട്ടിൽ തൻ്റെ മകന്റെ ഫോട്ടോക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആ അച്ഛനും അമ്മയും കരയുന്നില്ല. പകരം അവർ അഭിമാനിക്കുകയാണ്. കാരണം എൻ്റെ ജീവൻ പോയാലും എൻ്റെ രാജ്യത്ത് തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് മരണത്തോട് വെല്ലുവിളിച്ച ഒരു മകന് ജന്മം നൽകാൻ കഴിഞ്ഞത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട, ഞാനത് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്തോളാം. അത് വെറുമൊരു ഉത്തരവായിരുന്നില്ല. തൻ്റെ സഹപ്രവർത്തകരെയും ബന്ദികളെയും രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ ഒരു യഥാർത്ഥ നായകന്റെ പോരാട്ട വീര്യമായിരുന്നു. കോഴിക്കോടിന്റെ മണ്ണിൽ വേരുകളുള്ള ആ ധീരന്റെ പോരാട്ടം 14 പേരുടെയും ജീവൻ രക്ഷിച്ചു.